കിഡ്നി ഡിസീസുള്ള ആൾക്കാർക്ക് ബാഡ് ബ്രെത്ത് വരാം. ചിലപ്പം ബാഡ് ബ്രെത്ത് വന്നിട്ടായിരിക്കും കിഡ്നി ഡിസീസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫിഷി ഓർഡറൊക്കെ വരും. ഫ്ലൂറൈഡ് ക്യാവിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേർക്ക് ആക്ച്വലി ഫ്ലൂറൈഡ് ഫ്രീ ടൂത്ത് പേസ്റ്റ് നോക്കി മേടിച്ചാണ് കൊടുക്കാറ്. അപ്പോൾ അത് റോങ് ആണ്. എന്താണ് അതിൻ്റെ റീസൺ? ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ലൈഫ് അൺഫിൽറ്റഡ്. ഇന്നും നമ്മോടൊപ്പം ഡോക്ടർ സഹലയാണുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്കുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ എപ്പിസോഡിൽ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡോക്ടർ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ് ബാഡ് ബ്രെത്ത്. അപ്പം ഈ ബാഡ് ബ്രെത്ത് നമ്മളെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ എവിടെ ചെന്നാലും ഒരു മീറ്റിങ്ങിന് പോയാലും അല്ലാതെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബാഡ് ബ്രെത്ത്. ഈവൻ ഞാൻ പോലും ഒത്തിരി ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഇത്. നമ്മൾ പല്ല് തേക്കാത്തതുകൊണ്ടല്ല, ഞാൻ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരമൊക്കെ പല്ല് തേക്കുന്നതാണ്. പക്ഷേ എങ്കിലും ഈ ബാഡ് ബ്രെത്ത് വരുന്നുണ്ട്. ഇത് വരാനുള്ള റീസൺസ് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും? ഓക്കെ, നമ്മൾ ബ്രഷ് ചെയ്ത ഉടനെ നമ്മുടെ വായ വളരെ ഫ്രഷ് ആയിട്ടുണ്ടാവും. കാരണം നമ്മൾ ക്ലീനിങ് കഴിഞ്ഞു ഒരു 8 hours നമ്മളെ വായിൽ ഒരുപാട് ബാക്ടീരിയാസ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യും. നമ്മൾ ഫുഡ് കഴിക്കുമ്പം, നമ്മൾ വെള്ളം കുടിക്കുമ്പം, നമ്മൾ സംസാരിക്കുമ്പം നമ്മളെ വായിലിങ്ങനെ സലൈവ ഉമിനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു സെൽഫ് ക്ലീനിങ് ആണ്. നമ്മൾ ഒത്തിരി സമയം സംസാരിക്കാതിരുന്നാൽ, നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് എത്ര നന്നായിട്ട് ബ്രഷ് ചെയ്ത ആൾക്കായാലും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും. നമുക്കത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഫ്രീക്വൻ്റ് ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. അതല്ല കുറച്ചും കൂടെ കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതിന് ഒത്തിരി കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചൂയിങ് ഗംസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് ചവച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളെ വായ ഒരു ക്ലീനിങ് പ്രോസസ്സാണ് നടക്കുന്നത്. ഇനി ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടും നമുക്ക് ബാഡ് ബ്രെത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കുഴപ്പമായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ടീത്ത് റെഗുലറായിട്ട് ക്ലീൻ ചെയ്യണം. എവറി 6 months ക്ലീൻ ചെയ്യണം. എല്ലാവർക്കും എവറി 6 months മാൻഡേറ്ററി ഒന്നുമല്ല. അറ്റ്ലീസ്റ്റ് നമ്മളൊരു ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാം. ചില ആൾക്കാർക്ക് 6 monthsനേക്കാളും മുന്നേ തന്നെ ക്ലീനിങ് ഒക്കെ ആവശ്യമായിട്ട് വരും. എല്ലാ ആൾക്കാർക്കും ഒരേപോലെയല്ല ട്രീറ്റ്മെൻറ്റ്, എല്ലാ പെയിനും ഒരേപോലെയല്ല. അതേപോലെ തന്നെ ഡെൻ്റൽ ഹെൽത്തും ഒരാൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ അടുത്ത ആൾ മെയിൻറ്റെയിൻ ചെയ്താലും ഇദ്ദേഹത്തിന് ഉണ്ടാവുന്ന റിസൾട്ട് ആയിരിക്കില്ല അടുത്ത ആൾക്ക് ഉണ്ടാവുക. സോ ഓരോ ബോഡിയും ഡിഫറെൻ്റ് ആണ്, ഓരോ ടീത്തും ഡിഫറെൻ്റ് ആണ്. ഒരു വ്യക്തിയിൽ തന്നെ ഈ 32 ടീത്തിൽ ഈച്ച് ടൂത്ത് ഇസ് ഡിഫറെൻറ്റ്. അപ്പം അതുകൊണ്ട് ആദ്യം ഡെൻ്റൽ ഇഷ്യൂസ് ഉള്ളത് റെക്ടിഫൈ ചെയ്യാം. അതിന് ശേഷവും നമുക്ക് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ചുറ്റുവട്ടം നോക്കുക. ഫോർ എക്സാമ്പിൾ സൈനസ് നോക്കുക, ത്രോട്ട് നോക്കുക. സൈനസ് ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാഡ് ബ്രെത്ത് ഫീൽ ചെയ്യാം. ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല ബാഡ് ബ്രെത്ത് ഉണ്ടാവും. ഇതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ടും നമ്മൾക്ക് ബാഡ് ബ്രെത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഡീപ്പറായിട്ട് ചെക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, കിഡ്നി ഡിസീസുള്ള ആൾക്കാർക്ക് ബാഡ് ബ്രെത്ത് വരാം. ചിലപ്പം ബാഡ് ബ്രെത്ത് വന്നിട്ടായിരിക്കും കിഡ്നി ഡിസീസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫിഷി ഓർഡറൊക്കെ വരും. ഈ ഒരു കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കിഡ്നി ഡിസീസസ് ഉണ്ട്. ചിലപ്പോൾ നമ്മളത് നേരത്തെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടാവില്ല. കാർഡിയാക് അല്ലെങ്കിൽ കാർഡിയാക് ഡിസീസസ് ഉള്ള ആൾക്കാർക്ക്, ലിവർ ഡിസീസസ് ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഒക്കെ സെക്കൻഡറി ആയിട്ട് നമുക്ക് ബാഡ് ബ്രെത്ത് ഉണ്ടാവും. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് നമുക്ക് സ്റ്റൊമക്ക് ഇഷ്യൂസ്, ആസിഡിറ്റി അല്ലെങ്കിൽ ആസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ബാഡ് ബ്രെത്ത് ഉണ്ടാവും. ബാഡ് ബ്രെത്ത് എന്ന് പറഞ്ഞാൽ നോട്ട് ജസ്റ്റ് ടൂത്ത്, ടങ്, അതൊന്നുമല്ല. പല്ല് തേക്കാത്തതുകൊണ്ട് മാത്രമല്ല ബാഡ് ബ്രെത്ത് അല്ല, അതുകൊണ്ടല്ല. ഈ വണ്ണം കൂടുതലുള്ള ആൾക്കാർക്ക് ബാഡ് ബ്രെത്ത് വരും അങ്ങനെ കേട്ടിട്ടുണ്ട്. വണ്ണം കൂടുതലുള്ള ആൾക്കാർക്ക് പൊതുവെ ആസിഡിറ്റി അങ്ങനത്തെ റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കും. ആസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഒരു റീഗജ്, അതായത് ഫുഡ് കഴിച്ചതൊക്കെ നമുക്ക് തിരിച്ചു വരാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ബാഡ് ബ്രെത്ത് ഉണ്ടാവും. ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുക ബാഡ് ബ്രെത്ത് ഒഴിവാക്കാൻ? ഫസ്റ്റ് നമ്മൾ റൂട്ടീനായിട്ടുള്ള ഓറൽ ഹൈജീൻ കാര്യങ്ങൾ ചെയ്യുക. അത് ബാക്കി ഇനി എന്താണോ അസുഖങ്ങളുള്ളത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇഫ് യു ആർ ഹെൽത്തി, നമുക്ക് വേറൊരു കാരണങ്ങൾ കൊണ്ടുമല്ല ബാഡ് ബ്രെത്ത് വരുന്നതെങ്കിൽ നമുക്ക് സെൽഫായിട്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബ്രഷിങ്, ടങ് ക്ലീനിങ് ഒന്നും റെഗുലർലി ചെയ്യണമെന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് ടങ്ങിൽ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട്, ഒത്തിരി ഈ മെറ്റാലിക് ടങ് സ്ക്രേപ്പറൊക്കെ ഉണ്ടാവും, അതൊന്നും വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല.
ഇല്ല, നമ്മൾ ടേസ്റ്റ് ബഡ്സിനെയും കൂടെ അത് അല്ല, അപ്പോൾ നമ്മൾ ആക്ച്വലി അത് റെഗുലറായിട്ട്, ഇപ്പം ഞാനൊക്കെയാണ് റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യമാണ് മറ്റേ ആ സ്റ്റീലിന്റെ ഒരു സാധനം മേടിക്കാൻ കിട്ടുമല്ലോ, അത് വെച്ചിട്ട്. അതിന് പകരം നമ്മൾ ടൂത്ത് ബ്രഷിന്റെ പുറകില്, ടൂത്ത് ബ്രഷിന്റെ ഹെഡിന്റെ പുറകിൽ ഒരു ചെറിയ റഫ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. അത് ടങ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് വെച്ച് ചെറുതായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അതും നമ്മൾ ടങ് ചെക്ക് ചെയ്യുമ്പോൾ കോട്ടിങ് കാണുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് ചെയ്തിട്ടും വായിൽ ടങ്ങിൽ കോട്ടിങ്, വൈറ്റ് കോട്ടിങ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആവാം. അതിന് നമ്മൾ ഇത് ഡെന്റിസ്റ്റോ അല്ലെങ്കിൽ ENT-ലോ കാണിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കും. അപ്പോൾ അതേപോലെ ഡോക്ടറെ, നമ്മുടെ ഈ കൊക്കക്കോള, പെപ്സി, സ്പ്രൈറ്റ് ഒക്കെ നമുക്ക് റെഗുലറായിട്ട് കുടിക്കുന്നൊരു സാധനമാണ്. ഇങ്ങനത്തെ ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് നമ്മുടെ പല്ലിനെ അഫക്റ്റ് ചെയ്യുമോ? ഡെഫിനറ്റ്ലി. ഒന്നാമത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആസിഡിക് ആണ്. നമ്മളൊരു ആസിഡിക് ആയ സംഭവം കഴിക്കുമ്പം അത് നമ്മളെ പല്ലിൻ്റെ ഇനാമലിനെ അത് നശിപ്പിക്കും. സെക്കൻഡ് തിങ്, കണ്ടെയ്ൻസ് ഹൈ ഷുഗർ. ഈ രണ്ട് പ്രോബ്ലംസും കാർബണേറ്റഡ് ഡ്രിങ്ക്സിലുണ്ട്. അപ്പം എസ്പെഷ്യലി ഗൾഫ് കൺട്രീസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഹാബിറ്റാണ് കുട്ടികൾ ഫുഡ് കഴിച്ചാൽ, ഇൻക്ലൂഡിങ് ഞാൻ കഴിക്കും, ഏത് സംഭവം കഴിക്കും. പക്ഷെ അതിൻ്റെ ലിമിറ്റ് കൺട്രോൾ ചെയ്യുക. നമുക്ക് അങ്ങനെ എന്ത് ഭക്ഷണം കഴിച്ചാലും അതിനൊരു പ്രോബ്ലം ഉണ്ട് എന്ന് വെച്ചാൽ ഇതൊന്നും കഴിക്കണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാത്തിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യുക, ഉപയോഗിക്കുക എന്ന് മാത്രമേ. ഓക്കെ, അതേപോലെ ഒരു കാര്യമാണ് സ്മോക്കിംഗ്. ഓക്കെ, അതിനെപ്പറ്റി ഡോക്ടർ എന്താ പറയാനുള്ളത്? സ്മോക്കിംഗ് എനിക്കറിയാം, സ്മോക്കിംഗ് ഓഫ് കോഴ്സ് പല്ലിനെ ബാധിക്കും എന്നുള്ളത്. സ്മോക്കിംഗ് പല്ലിനെക്കാട്ടിലും കൂടുതൽ ബാധിക്കുന്നത് ഓവറോൾ ഹെൽത്തിനെയാണ്. ഏറ്റവും കൂടുതൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ BP, കാർഡിയാക് ഡിസീസസ്, ക്യാൻസർ, ഇതിനൊക്കെ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പല്ലിലുള്ള എഫക്റ്റ്. ഇത് കാരണം സ്മോക്കേഴ്സിന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ വായിലുള്ള ബ്ലഡ് ഫ്ലോ കുറയും. സ്മോക്കിങ്ങിലുള്ള നിക്കോട്ടിൻ ബ്ലഡ് ഫ്ലോയിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. അങ്ങനെ ഗം റിലേറ്റഡ് ഇഷ്യൂസ്, അതൊരു പ്രോബ്ലം. സെക്കൻഡ് തിങ്, സ്റ്റെയിൻസ്, കൂടുതലായിട്ട് സ്റ്റെയിൻസ് ഉണ്ടാക്കും. മോർ ദാൻ ഡെൻ്റൽ ഹെൽത്ത്, ഓവറോൾ ബോഡിയുടെ ഹെൽത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് കൂടുതൽ പ്രോബ്ലംസ് വരുന്നത്. ഓക്കെ, അതേപോലെ ഡോക്ടറെ, നമുക്ക് എല്ലാവർക്കും ഒത്തിരി കൺസേൺ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ പിള്ളേരുടെ ഡെൻ്റൽ ഹെൽത്ത്. അതിനെപ്പറ്റി ഡോക്ടറിന് എന്താണ് സജഷൻസ്, അഡ്വൈസ് ഒക്കെ തരാനുള്ളത്? ഓക്കെ, കുട്ടികളാണല്ലോ നമ്മുടെ ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ പല കാര്യങ്ങളിലും നമ്മൾ സെക്യൂർ ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികൾ ഡെൻ്റൽ ഹെൽത്തും. അപ്പം ഒരു കുട്ടിയുടെ വായിൽ ഫസ്റ്റ് ടൂത്ത് വരുന്നതോടെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ വിചാരിക്കും പാൽപ്പല്ലല്ലേ, മിൽക്ക് ടൂത്ത്, അത് പോകുന്ന ടൂത്തല്ലേ, അതിനെ കൊണ്ട് അതെന്തിനാണ് നമ്മൾ സേവ് ചെയ്യുന്നതെന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എല്ലാവർക്കും. അത് ഒന്നാമത് മിൽക്ക് ടൂത്തിന് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് വരാനിരിക്കുന്ന പെർമനൻറ്റ് ടൂത്തിനെയും അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ടൂത്തിനെ ട്രീറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. കൂടാതെ നമുക്ക് പല്ല് വേദനയൊക്കെ, കുട്ടികൾക്ക് പല്ല് വേദനയൊക്കെ വന്നാൽ അവർ ഫുഡ് കഴിക്കില്ല, അവർക്ക് പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടില്ല, അത് ഇൻഫെക്റ്റഡ് ആയ അതൊരു പ്രോബ്ലമാണ്. നമ്മൾ ആ സമയത്ത് നമ്മൾ നേരെ പോയിട്ട് പല്ല് പറിക്കും. കറക്റ്റ് ടൈമിലാണ് പല്ല് പറിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു പെർമനൻറ്റ് ടൂത്ത് വരാറാവുന്ന സമയത്താണ് ഈ പല്ലിന് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പറിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അതേപോലെ ഇപ്പം പിള്ളേരെ പല്ലിനെ പറ്റി പറഞ്ഞപ്പോൾ, നമ്മൾ ഈ പിള്ളേർ പല്ല് തേക്കുമ്പം നമ്മുടെ പേസ്റ്റ് വയറ്റിൽ അവർ വിഴുങ്ങുക ചേർത്ത് തുപ്പിക്കളയല്ലോ, അതിനെന്തൊരു ഇഷ്യൂ ഉണ്ടോ? അങ്ങനെ കുട്ടികൾ ടൂത്ത് പേസ്റ്റ് പൊതുവെ സേഫാണ്. കുട്ടികൾക്ക് അവരുടേതായ ടൂത്ത് പേസ്റ്റ് ഉണ്ട്. അഡൽട്ട് ടൂത്ത് പേസ്റ്റ് അധികം അവർക്ക് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ഫ്ലൂറൈഡ് ഫ്രീ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നത് ശരിയാണോ? അല്ല, ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള ടൂത്ത് പേസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഫ്ലൂറൈഡ് ക്യാവിറ്റി പ്രിവെന്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേർക്ക് ആക്ച്വലി ഫ്ലൂറൈഡ് ഫ്രീ ടൂത്ത് പേസ്റ്റ് നോക്കി മേടിച്ചാണ് കൊടുക്കാറ്. അപ്പോൾ അത് റോങ് ആണ്. എന്താണ് അതിന്റെ റീസൺ? അല്ല, അത് കഴിച്ചാൽ കൊള്ളത്തില്ലെന്നാണ് കേട്ടേക്കുന്നത്. എല്ലായിടത്തും ഒന്ന് ടൂത്ത് പേസ്റ്റിൽ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ, പിന്നെ ചില ഏരിയാസിൽ വാട്ടറിലടക്കം ഫ്ലൂറൈഡ് വെച്ചിട്ട് സ്കൂൾ വാട്ടർ ഫ്ലൂറിഡേഷൻ പ്രോഗ്രാംസ് ഉണ്ട് ഒത്തിരി പ്ലേസസിൽ. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോൺ ആൻഡ് ടീത്ത് ഡെവലപ്മെൻറ്റിന്. സ്ട്രോങ്ങർ ടീത്ത്, ക്യാവിറ്റി ഫ്രീ ആൻഡ് സ്ട്രോങ്ങർ ബോൺസ്, ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലൂറൈഡ്. ആക്ച്വലി ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കുറേ തെറ്റായ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എന്തായാലും ഈ പോഡ്കാസ്റ്റ് എനിക്കും ഭയങ്കര ഉപകാരമായിട്ടുണ്ട്. അതേപോലെ ഡോക്ടർ, ഈ ടൂത്ത് വൈറ്റനിങ് അത് നമ്മൾ എങ്ങനെയാണ്, അത് ചെയ്യാൻ പാടുണ്ടോ? കുറേ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്.
ടൂത്ത് വൈറ്റനിങ് ബേസിക്കലി ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് ആണ്. അത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. ചെയ്താൽ എന്തെങ്കിലും നമുക്ക് ഇഷ്യൂ ഉണ്ടാവും, ശാരീരികമായ ഇഷ്യൂസ്? വൺസിന്റെ വായിൽ നമ്മൾ അത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല അത്. ഒരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു നല്ല ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു മാരേജ് ഒക്കെയാണ്, അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അല്ലാതെ ഇതിങ്ങനെ അതിൻ്റെ എഫക്റ്റ് അധിക കാലം നിൽക്കില്ല ടൂത്ത് വൈറ്റനിങ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാംഫുള്ളാണ്. അതല്ലാതെ വൺസിനെ വൈൽ ചെയ്ത് നമ്മൾ ഈ വയൽ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് കാര്യങ്ങൾ ഇപ്പം കുറെ ആൾക്കാർ കുറെ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഇത് ഉപയോഗിക്കുന്നത്. ബേസിക്കലി നമ്മൾ ടൂത്ത് അത്ര വൈറ്റ് അല്ല, സ്ലൈറ്റ്ലി യെല്ലോയിഷ് ആണ്. ഓക്കെ, നമ്മുടെ ഒരു സ്കിൻ കളറിനനുസരിച്ച് നമ്മൾ ടൂത്ത് അങ്ങനെയാണ്. അതിൽ അത്രയും ഒബ്സസ്ഡ് ആവേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഇല്ല. അത് എന്ത് കാര്യമായാലും അധികമായിട്ട് ചെയ്താൽ, ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അതല്ലാതെ അതിൽ ഇത്രയും ഒബ്സസ്ഡ് ആയിട്ട് എപ്പോഴും ഈ വൈറ്റനിങ് കിറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഹാംഫുള്ളാണ്. ആ ഒരു ടൈമിൽ നമുക്കൊരു എഫക്റ്റ് ഉണ്ടാവും. പക്ഷെ ലേറ്റർ ഓൺ നമുക്ക് സെൻസിറ്റിവിറ്റി ഇഷ്യൂ, കുറച്ച് ലോങ്ങർ ടൈം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടൂത്ത് റിസോർബ് ആവാനുള്ള ചാൻസസും ഉണ്ട്. എല്ലാത്തിൻ്റെ കൺട്രോൾ വേണം എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ട്. ഓക്കെ, ഡോക്ടർ ഇവിടെ ഒരു ക്ലിനിക്ക് നടത്തുകയാണല്ലോ. അതെ. എങ്ങനെയാണ് ഇതിലേക്കൊന്ന് എത്തിപ്പെട്ടത്, ഈ ക്ലിനിക്കിലേക്ക് എത്തിപ്പെട്ടത്? ആ ഒരു ജേണിയുടെ നമുക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? UAയിൽ ഒരു ഓൺട്രപ്രണർ ആണല്ലോ, അപ്പം അതെങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുത്തത്? എനിക്ക് എൻ്റെ പ്രാക്ടീസ്, എൻ്റെ റൂട്ടീനൊക്കെ എൻ്റെ കൺട്രോളിലിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എൻ്റെ രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷനോടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തം സ്ഥാപനത്തിലാണ് ഏറ്റവും നന്നായിട്ടിരിക്കുക. ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഒരു റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോൾ അത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് സംഭവിച്ചു. ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ബിസിനസ് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടുള്ള ഒരു ഡോക്ടറുടെ അഡ്വൈസ് എന്താണ്? കുറെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരെ, പേടിച്ചിരിക്കുന്ന ആൾക്കാരെ, റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു ധൈര്യമില്ലാത്ത റിസ്ക് എടുക്കാതെ ഒരു ബിസിനസ് ഇല്ല. പിന്നെ എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും ആ ഒരു ബിസിനസ്സിനെ പറ്റി നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് UAയിൽ വന്ന സമയത്ത് ആദ്യമേ തന്നെ ക്ലിനിക്ക് ഇടണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ ഞാൻ ഓർത്തു 1-2 വർഷം മാർക്കറ്റ് സ്റ്റഡി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. നാട്ടിൽ എനിക്ക് 2 ക്ലിനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതായിരിക്കില്ല UAയിലുള്ള എക്സ്പീരിയൻസ് എന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. സോ ഒരു 2-2.5 വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്തു. എന്താണ് ഇൻഡസ്ട്രി എന്ന് പഠിച്ചതിന് ശേഷം എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ഉറപ്പ് വന്നതുകൊണ്ടാണ് ഒരു ക്ലിനിക്ക് എടുത്തത്. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം ഡോക്ടറെ. കുറേ മിത്തുകളുണ്ടല്ലോ നമ്മളിപ്പം എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പം ഈ പല്ലുകളെ പറ്റിയിട്ട് അത് നമ്മൾ വിശ്വസിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും മിത്തുകൾ ഡോക്ടർ? ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുട്ടികളുടെ ടീത്ത് ഇറ്റ് ഡസൻ മാറ്റർ എന്ന് പറയും. അങ്ങനെയല്ല, അവരുടെ ടീത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതൊന്നാമത്തത്. പിന്നെ അതായത് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത് പാൽപ്പല്ലല്ലേ, അതുകൊണ്ട് പുതിയ പല്ല് വരാനുള്ളതല്ലേ, അതുകൊണ്ട് എന്തിനു ശ്രദ്ധിക്കുന്നു എന്ന് പറയും. ഫൗണ്ടേഷൻ സ്ട്രോങ് ആയാലേ പുതിയ ടീത്ത് വരണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഫൗണ്ടേഷൻ വേണം. അതുകൊണ്ട് കെയർ ഇവിടുന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്യണം. രണ്ടാമത് എൻ്റെ പല്ല് വെളുക്കാൻ വേണ്ടിയിട്ട് ഹാർഡായിട്ട് ബ്രഷ് ചെയ്യും. അത് വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ ഉമിക്കരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. അതൊക്കെ കൂടുതൽ ടൂത്തിൻ്റെ ഇനാമലിനെ ഡാമേജ് ചെയ്യും. അതുകൊണ്ട് ജെന്റിലായിട്ട് ടൈം എടുത്ത് പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യാം. അല്ലാതെ ഹാർഡായിട്ട് ബ്രഷ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഈ ബ്രഷിന്റെ ഹാർഡ്നെസ് ചൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? സോഫ്റ്റ്വെയർ ടൂത്ത് ബ്രഷ് മാത്രം ഉപയോഗിക്കുക. കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് ടൂത്തിൻ്റെ ഇനാമിൽ പോവും, ഗമ്മിന് ഡാമേജ് വരും, ഗം ഇറങ്ങി വരും. ഇതൊക്കെ കൂടുതൽ ആ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഉണ്ടാവും. നമുക്കൊരു ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും പല്ല് തേച്ച് കഴിഞ്ഞാൽ. പക്ഷേ ലോങ് ടേമിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഡാമേജിങ്. മീഡിയം ഹാർഡ് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്? ഡെഫിനറ്റ്ലി നോട്ട്. അതൊക്കെ നിങ്ങൾ വേറെ എന്തെങ്കിലും പർപ്പസിന് ഉപയോഗിച്ചു. സോഫ്റ്റ്, ഐ വുഡ് സേ എക്സ്ട്രാ സോഫ്റ്റ് ഉപയോഗിക്കണം. പക്ഷെ എക്സ്ട്രാ സോഫ്റ്റ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് ടൂത്ത് ബ്രഷ് ആണ്. എക്സ്ട്രാ സോഫ്റ്റിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുത്ത് ബ്രഷ് ചെയ്യുക. അതല്ലാതെ സമയമെടുക്കുക എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് 10 മിനിറ്റ് ബ്രഷ് ചെയ്യണം എന്നല്ല, ഒരു 2 മിനിറ്റ്സ് പ്രോപ്പറായിട്ട് എല്ലാ ഏരിയയും കവർ ചെയ്യുക, ഫ്ലോസ് ചെയ്യുക. ഇനി ഫ്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വാട്ടർ ഫ്ലോസ് എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. അതിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം സോൾട്ട് വാട്ടർ ആയാലും റെഗുലർ വാട്ടർ ആയാലും നമ്മൾ പല്ലിൻ്റെ ഇടയിൽ വെച്ച് സ്പ്രേ ചെയ്യുക.
പല്ലിൻ്റെ ഇടയിലുള്ള അഴുക്കും പോകും. ഇത് മാത്രം മതി. ഒരുപാട് മിത്തുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള 1-2 മിത്ത് എണ്ണി കഴിഞ്ഞാൽ നമുക്ക് തീരൂല. ഓക്കെ, അവസാനമായിട്ട് ഡോക്ടർ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് എന്താണ് ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാനുള്ളത്? ഓക്കെ, ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സ് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമല്ല. നമ്മുടെ ഇഗ്നോറൻസ് കൊണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒത്തിരി എക്സ്പെൻസീവായിട്ടൊക്കെ തോന്നുന്നത്. നമ്മൾ സ്കൂൾ മുതൽ നമുക്ക് ഇതിൻ്റെ ഒരു അവയർനെസ് പ്രോഗ്രാം വേണമെന്നാണ്. അത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അത്രയും പോപ്പുലർ അല്ല ഇങ്ങനെയുള്ള സംഭവം. നമ്മൾ ചെറിയ പ്രായത്തിലേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ മിനിമലായിട്ടുള്ള കാര്യത്തിന് മാത്രമേ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവെയർനെസ് ഉണ്ടാവുക, റെഗുലറായിട്ട് ബ്രഷിങ്, ഫ്ലോസിങ്, റെഗുലർ ചെക്കപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ പറ്റിയിട്ടുള്ള അവെയർനെസ് സ്കൂൾ മുതൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. പല നാട്ടിലും ഉണ്ട് അത്. നമ്മുടെ നാട്ടിലും കുറച്ച് പോപ്പുലറായിട്ട് ഇതിനെ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഡോക്ടറെ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതിനും ഒത്തിരിയേറെ അറിവുകൾ പറഞ്ഞു തന്നതിനും ഒത്തിരി നന്ദി. എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. പേഴ്സണലി എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ നമ്മുടെ ഓഡിയൻസിനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോക്ടർ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ സഹലയാണ്. ഡോക്ടർ ഇവിടെ ഇൻസ്പയർ എന്ന് പറഞ്ഞൊരു ഡെൻ്റൽ ക്ലിനിക്ക് UAE നടത്തുകയാണ്. അപ്പം ഡോക്ടർ നമുക്ക് വേണ്ടി ഒത്തിരി ഏറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമുക്ക് എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇനിയും കാണുന്നോടം വരെ ബൈ ബൈ.